ഞാൻ പഴയ ഡയറി കൂട്ടങ്ങളൊക്കെ അടുക്കുമായിരുന്നു. കുറേ ഓർമ്മകൾ കേട്ടോ, കുറേ പേപ്പറുകൾ, എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ച് എഴുതിയ വരികൾ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മുത്തശ്ശൻ എനിക്ക് കൈമാറിയ ഈ ഒരു സ്വത്ത് ഞാൻ കണ്ടത്. 10 പൈസ ഇതെനിക്ക് സൂക്ഷിച്ചു വെക്കാൻ തന്ന കേട്ടോ. 5 പൈസ, പിന്നെന്താ 3 പൈസ. 103ാമത്തെ വയസ്സിൽ മുത്തശ്ശൻ എനിക്ക് തന്ന പൈസ കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. മുത്തശ്ശൻ തന്നത് അതുപോലെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു മുത്തുമണി പോലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ എല്ലാം സൂക്ഷിച്ചു വെക്കും. ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് പോലും പലതും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതൊരു പൈസയല്ല, ഇതൊരു പൈസ. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് ഒത്തിരി സാധനങ്ങൾ വെക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു സൂക്ഷിപ്പ് ഇപ്പം ഞാൻ തപ്പിയപ്പോൾ കിട്ടിയത്. ഞാൻ വേണ്ട ഈ ഒരു പാത്രത്തിലിട്ടാണ് അത് വർഷങ്ങളായിട്ട് സൂക്ഷിക്കുന്നത് കേട്ടോ. 7ാം ക്ലാസ് തൊട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു ശിവൻ്റെ ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് അതുപോലെ ഇരിപ്പുണ്ട്. വർഷത്തെ ഫോട്ടോകൾ, പഴയ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കണ്ടോ. കുറേ പാചകത്തിൻ്റെ കുറിപ്പുകൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന വരികൾ, ഡയറികളൊക്കെ തപ്പിയപ്പോൾ കിട്ടി കേട്ടോ. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പണ്ട് സൂക്ഷിച്ചിരുന്ന ഇതുണ്ടായിരുന്നു, എന്താ പറയുക, മഞ്ചാടി മണികൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ സ്റ്റേറ്റ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പർപ്പസ്ഫുള്ളി അങ്ങ് കളയേണ്ടി വരും കേട്ടോ, ഈ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി സാധനങ്ങൾ ഞാൻ കളയേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ബാക്കി ഓരോ അവശിഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ ധാരാളം കവിതകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് വരുന്ന ദിവസങ്ങളിൽ ആ കവിതകളൊക്കെ പാടാം.